ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ മാസ്ട്രോ, പഴയ മോഡൽ മാസ്ട്രോണ് വണ്ടി. ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞ കംപ്ലയിൻറ്റ് ഒന്ന് സീറ്റ് ലോക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഹെഡ് ലൈറ്റിൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ല, അതിനകത്തൊരു പാർക്ക് ബൾബ് ഇടാണ്ട്. പിന്നെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് സൈഡ് വലിവ് പറഞ്ഞിട്ടുണ്ട്. പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുക, വാട്ടർ സർവീസ് ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ വാഷ് ചെയ്യുക, അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി. വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത്, ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി സൈഡ് വലിവിൻ്റെ കേസ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അതിനകത്ത് രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നമുക്ക് ടയറിൽ പ്രഷർ എയർ വളരെ കുറവായിരുന്നു. അത് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓടിച്ച് നോക്കി. അപ്പോഴും വണ്ടിക്ക് സൈഡ് വലിവ് ഉണ്ട്, കുറവുണ്ട്, പക്ഷെ എന്നാൽ പോലും സൈഡ് വലിവ് ഉണ്ട്. അതിൻ്റെ മെയിൻ കാരണം എനിക്ക് തോന്നുന്നത് വണ്ടി ഫ്രണ്ട് വീൽ എവിടെയോ പോയി വണ്ടി ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെയാണ് നമുക്ക് വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് പാളി പോണ ഒരു കംപ്ലയിൻറ്റ്. അത് നിലവിൽ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യാതിരിക്കണം നല്ലത്. അതല്ലെങ്കിൽ പിന്നെ നമ്മളത് അഴിച്ച് ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം ഒന്നുപോലെ ലെവൽ ചെയ്യുകയോ അല്ലെങ്കിൽ മാറ്റുകയോ ചെയ്യേണ്ടി വരും. ലെവലിങ് ചെയ്യണമെങ്കിലും എക്സ്പെൻസ് ഉണ്ട്, മാറ്റണമെങ്കിലും അതിൻ്റേതായിട്ടുള്ള ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എയറൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കാം. ഒരു രക്ഷയില്ലെങ്കിൽ നമുക്കത് അഴിച്ച് ഐറ്റം ഓർഡർ ചെയ്ത് വരുത്തി മാറ്റി കളയണമായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം ഫോർക്ക് അസംബ്ലി എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന പാർട്സ്, ഈ ഇരിക്കുന്ന ഐറ്റം, അതിന്മേലാണ് നമ്മൾ ഫ്രണ്ട് വീല്, ഫ്രണ്ട് ഷോക്ക് അടക്കം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. അത് അഴിക്കുമ്പോൾ നമുക്ക് ഹാൻഡിലിൻ്റെ ബെയറിംഗ് അടക്കം നമുക്ക് അഴിച്ച് മാറ്റേണ്ടതായിട്ട് വരും. അതാണ് ശരിക്കും അതിൻ്റെ മെയിൻ റീസൺ കേട്ടോ. അത് അന്നേരമാണ് കറക്റ്റ് ആവുള്ളൂ. പിന്നെ അത് കൂടാതെ കൊണ്ട് തന്നെ ടയർ എയർ കുറഞ്ഞ് ഓടിയിട്ട് ടയറും ഒരു പാളിച്ച് കാണിക്കുന്നുണ്ട്. ഫ്രണ്ട് ടയർ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, അതിൻ്റെ ചില ഭാഗങ്ങളാണ് തേയ്മാനം കൂടുതൽ വന്നേക്കണേ. കോമൺ ആയിട്ട് സ്കൂട്ടർ മോഡലിൻ്റെ റൈറ്റ് സൈഡിൽ ഒരല്പം തേയ്മാനമുണ്ട്. പിന്നെ എയർ കുറഞ്ഞൊക്കെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ അലൈൻമെൻറ്റ് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടയർ റൊട്ടേഷൻ ചെയ്താലാണ് റെഡി ആവുള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ ഈ ടയർ ബാക്കിൽ കിടക്കുന്ന ടയർ ഫ്രണ്ടിലേക്ക് ഇടാൻ പറ്റില്ല. പരമാവധി ഉപയോഗിക്കുക. അതിന് ശേഷം ബാക്ക് ടയർ മാറ്റുമ്പോൾ ഈ ടയർ റൊട്ടേഷൻ ചെയ്താൽ മതി. അങ്ങനെയാണ് അത് 100% ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മളത് ജനറലായിട്ടുള്ള സർവീസിന് വേണ്ടിയിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. കമ്പനി ലൈനർ കിടക്കണേ, ഒറിജിനൽ ലൈനർ തന്നെയാണ്. അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ഒന്ന് റീസെറ്റ് ചെയ്യാം. ബാക്കിലത്തെ വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. അതിൻ്റെ ബെയറിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാക്കിലത്തെ ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഞാൻ ടയർ റൊട്ടേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം, ബാക്ക് ടയർ നമുക്ക് എൻജിൻ അടക്കം ഫുൾ ലോഡിൽ കിടന്ന് ഓടിക്കിട്ടിക്കുന്ന ടയർ. അപ്പോൾ ഇത് ഫ്രണ്ടിലേക്ക് വരുമ്പോഴും നമുക്ക് ആ കറക്റ്റ് അതിൻ്റെ എഫക്റ്റ് മനസ്സിലാവില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ബാക്ക് ടയറാണ് സാധാരണ നമ്മൾ കമ്പാരിറ്റീവിൽ പെട്ടെന്ന് ആ തീരണ സമയത്ത് ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ഡിസ്കേപ്പാടി അഴിച്ച് ബാക്കിലേക്ക് ഇടുന്ന ടയർ പുതിയത് ഫ്രണ്ടിലിടാണെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും. വണ്ടി സൈഡ് വലിവ് മാറണമെങ്കിൽ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം ഫോർക്ക് അസംബ്ലി അഴിച്ച് മാറ്റുകയോ ലെവൽ ചെയ്യുകയോ ചെയ്യേണ്ടി വരും. ലെവൽ ചെയ്യുന്നത് അത്ര പെർഫെക്റ്റായിട്ട് കിട്ടാറില്ല, അതുകൊണ്ടാണ് മാറ്റുന്ന കേസ് പറയണത് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ കേസ് അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യുമ്പോൾ കമ്പനി ഫിൽറ്ററാണ് നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത്. പുതിയ ഫിൽറ്ററാണ്, ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാനുള്ളൂ. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. നിലവിൽ വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബെൽറ്റ് കമ്പനി ബെൽറ്റ് തന്നെ കിടക്കുന്നത്, പുതിയ ബെൽറ്റാണ്. അപ്പോൾ നമുക്ക് ക്ലച്ചിനകത്ത് വേറെ ബാക്കിയത്തെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളറൊക്കെ വന്ന യൂണിറ്റാണ്. അതൊക്കെ നോർമൽ തേയ്മാനങ്ങളൊക്കെ ഉള്ളൂ. ക്ലച്ച് ഷൂ അടക്കം വരുന്നൊരു യൂണിറ്റാണത്. നമുക്കിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. സെൽഫ് അടിക്കുമ്പോൾ എൻജിൻ സ്റ്റാർട്ട് ആവാനായിട്ട് സഹായിക്കുന്നത് ബെൻഡെക്സ് യൂണിറ്റാണ്. അതിൻ്റെ പെർഫോമൻസും ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ ചെറിയൊരു ഔട്ടർ വലിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് മാറ്റണമെന്നില്ല, അത് കിടക്കട്ടെ, മാക്സിമം ഉപയോഗിച്ചതിന് ശേഷം മാറ്റിയാൽ മതി. പിന്നെ വണ്ടി ഇടയ്ക്ക് ഓഫായി പോകുന്നൊരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് നമ്മുടെ കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വന്നാണ് മിസ്റ്റേക്കാണ്. കാർബേറ്ററിനകത്ത് വരുന്നത് ഈ സ്ലോ ജെറ്റ് ബ്ലോക്കായി പോയേക്കാം. അപ്പോൾ അതിൻ്റെയാണ് ആ കംപ്ലയിൻറ്റ് കാണിക്കുക കേട്ടോ. ഇതിപ്പോൾ താരതമ്യേന എല്ലാ വണ്ടികൾക്കും വന്നൊരു കംപ്ലയിൻറ്റ്, കോമൺ കംപ്ലയിൻ്റായിട്ട് മാറിയേക്കാണ്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് കാർബേറ്റർ ക്ലീൻ ചെയ്തിട്ട് ഒരുപാട് അയക്കണതല്ല. പക്ഷേ എന്നാൽ പോലും ബ്ലോക്ക് വന്നേക്കണതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെയാണ് മെയിനായിട്ടുള്ളതിൻ്റെ പ്രോബ്ലം വന്നിട്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഇട്ടേക്കാം. ആ ലിങ്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള സംഭവിച്ചാണ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് പറ്റും. പെട്രോളിനകത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1 ലിറ്റർ പെട്രോൾ മേടിച്ചാൽ 800 മില്ലി പെട്രോളുള്ളൂ. ബാക്കി 200 മില്ലി എത്തനോൾ എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. അതും ശരിക്കും കത്തണ ഒരു ലിക്വിഡ് തന്നെയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള സംഭവമാണ്. തന്നെയല്ല, നമുക്ക് അതിൻ്റെ ഈ അലുമിനിയം ബോഡിയൊക്കെ ദ്രവിക്കാൻ അതൊരു കാരണമാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മെയിൻ ഒരു റീസൺ. അപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം. സ്ലോ ജെറ്റ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം, റീസെറ്റ് ആക്കാം. പക്ഷേ റിപ്പീറ്റ് വന്നുകൂടായില്ല, വരാൻ സാധ്യതയുള്ളൊരു കംപ്ലയിൻ്റാണ് ഈ പറഞ്ഞ കംപ്ലയിൻറ്റ്. ഒന്നോലെ മിസ്സിങ് ആയിട്ടായിരിക്കും വരാം, അതല്ലെങ്കിൽ പെട്രോൾ ഓവർഫ്ലോ ആയിട്ടായിരിക്കും വരാം. അതാണ് ശരിക്കും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ചിത്രം. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് അഴിച്ച് കഴുകണ ദിവസം പറഞ്ഞിട്ടുണ്ട്. അതായത് ഓപ്പൺ വാഷിംഗ് ആയിട്ടാണ് പറഞ്ഞേക്കണേ.
അപ്പോൾ നമുക്ക് ബോഡി കയറിനേക്കാളും ഇപ്പോൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തേക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ലിങ്ക് ബുഷായാലും ഷോക്കിൻ്റെ ബുഷായാലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ ഉണ്ട്, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. 2024 മോഡൽ ബാറ്ററിയാണ്, പുതിയ ബാറ്ററി ഉണ്ടോ, അമറോണിൻ്റെ ബാറ്ററിയാണ്. എൻ്റെ വോൾട്ടൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ 13 പോയിൻ്റ് കാണിക്കുന്നുണ്ട്, 13.22 ആ റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ ആയിട്ടാണ് കാണിക്കണേ. പിന്നെ അതിനകത്തൊരു പാർക്ക് ബൾബ്, ഹെഡ്ലൈറ്റിനകത്തൊരു പാർക്ക് ബൾബ് ഇടാണ്ടായിരുന്നു, അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് പൊസിഷൻ കറക്റ്റ് അല്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ ചെറിയ ഇവിടുത്തെ ത്രെഡൊക്കെ പോയേക്കണതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിരുന്നുണ്ട്. പ്ലഗൊക്കെ പുതിയ പ്ലഗാണ് കിടക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എനിക്കൊന്ന് എയർ ഫിൽറ്ററും പ്ലഗും കാർബേറ്ററൊക്കെ റെഡി ആക്കിയേക്കണതാണ്. പക്ഷേ പ്ലഗും എയർ ഫിൽറ്ററും നമുക്കത് മതി. കാർബേറ്ററിനകത്ത് വന്നേക്കണ പണിയെന്ന് പറഞ്ഞാൽ ഈ പണി വരാൻ കാരണം ഈ സംഭവമാണ്, ഈ പെട്രോളിനകത്ത് വന്നേക്കണ സംഭവമാണ്. വേറെ മാർഗ്ഗമില്ല, നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാതെ കൊണ്ട് വേറെ മാർഗ്ഗമില്ല, അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ്. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത് ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഓയിലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോ. ഓക്കെ.